പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേറെ പ്രിയപ്പെട്ടവരെ, ഡിസംബർ 9 നാം ക്രിസ്മസിന് വേണ്ടി ആത്മീയമായി ഒരുങ്ങുന്ന കാലഘട്ടങ്ങളാണ്. ഇന്ന് നമ്മൾ ഒരു തിരുവചനം പഠിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും സംസാരങ്ങളെയും എല്ലാം പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം തിരുവചനം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാര ഭൂമിയെയും കൂരിരുട്ട ജനതകളെയും മൂടും. എന്നാൽ കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യം ആകുകയും ചെയ്യും. ഹല്ലേലൂയ. ഈശോയിലേറെ പ്രിയരെ, ഈ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത് കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രശോഭിക്കുക എന്നുള്ളതാണ്. ലോകം മുഴുവൻ ഇരുണ്ടുപോയാലും, ലോകം മുഴുവൻ അന്ധകാര ആവൃതമായി പോയാലും, ദൈവത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നവന്റെ കുടുംബം ഒരിക്കലും നിശ്ചലമായി പോകുകയില്ല, പരാജയപ്പെട്ടു പോകുകയില്ല. കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അയാളുടെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. തീർച്ചയാണ്. എൻ്റെ ഉണ്ണീശോയെ, അങ്ങേക്ക് വേണ്ടി ഉണർന്ന് പ്രശോഭിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് സുഹൃത്തുമായി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഉണർന്ന് പ്രശോഭിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിന്റെ സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ, വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.